ഈ അഞ്ജു ബോബി ജോർജിൻ്റെ പേര് എടുത്തു പറയുന്നുണ്ടായിരുന്നു പ്രധാനമന്ത്രി. നമുക്കറിയുന്നത് പോലെ അവിടെ സാക്ഷി മാലിക്കിന് ഈ കരിയർ തന്നെ അവസാനിപ്പിക്കേണ്ടി വരുന്ന നിർബന്ധിതമായ സാഹചര്യം, വനിതാ താരങ്ങളടക്കം അവരുടെ ദേശീയ അംഗീകാരങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യം, ഇതെല്ലാം മറുവശത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ മറിയക്കുട്ടിയുടെ സാന്നിധ്യവും പ്രധാനമായിരുന്നു. ഈ മറിയക്കുട്ടി കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനോട് ചോദിച്ചതാണ് ഈ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന്. അതുമാത്രവുമല്ല, ഒരു നിരീക്ഷണമായി ജഡ്ജി പറയുകയും ചെയ്തു ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനവും ആശാവഹമല്ല എന്ന്. മാത്രമല്ല, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നതും ഇതിൻ്റെ സിംഹഭാഗം തരേണ്ടത് കേന്ദ്രമാണ്, അവർ മാസങ്ങളായി അത് തരുന്നില്ല എന്നും. അപ്പോൾ ഇതൊക്കെ പ്രതീകാത്മകമായി ഇവരെയൊക്കെ അവരുടെ സാന്നിധ്യവും അവരെ പേര് പരാമർശിച്ച് ആ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രി പറയുമ്പോഴും മറുവശത്തൊരു യാഥാർത്ഥ്യം അത് രാഷ്ട്രീയ ചോദ്യമായി ഉയരുക തന്നെ ചെയ്യില്ലേ? വേണു, ഈ പ്രസംഗത്തിലുടനീളം നമുക്ക് കാണാനായത് ഈ പ്രധാനമന്ത്രിയുടെ ഈ കാലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം, അതിനപ്പുറത്തേക്ക് വിവാദ വിഷയങ്ങളിലോ അല്ലെങ്കിൽ വിമർശനങ്ങളിലോ ഒന്നും മറുപടി പറയാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രസംഗത്തിലുടനീളമുള്ളത്. കാരണം ഈ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ഈ തൃശ്ശൂർ അതിരൂപതയടക്കമുള്ള ക്രൈസ്തവ സഭകൾ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം തന്നെ അവരിലേക്ക് വരികയാണെങ്കിൽ പോലും ഈ മണിപ്പൂർ വിഷയത്തിൽ മറുപടി പറയാൻ ഈ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. പകരം അദ്ദേഹം പറഞ്ഞത് ബി.ജെ.പിക്ക് ഈ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള ക്രൈസ്തവർക്ക് ഏറെ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ഈ അവിടെ നിന്ന് ലഭിക്കുന്ന ക്രൈസ്തവരുടെ പിന്തുണയാണ്. അത് ബി.ജെ.പി നടപ്പാക്കുന്ന വികസന പ്രവർത്തനം അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി കിട്ടിയ അംഗീകാരം എന്ന നിലയിലാണ് അത് പറയുന്നത്. മറുവശത്ത് ഈ മണിപ്പൂരിൽ ഉൾപ്പെടെ ഉണ്ടായ ഭീതിജനകമായ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കാനോ അല്ലെങ്കിൽ അതിനൊരു മറുപടി പറയാനോ ആശ്വസിപ്പിക്കാനോ ഉള്ള നടപടികളിലേക്ക് കടന്നില്ല. അതുപോലെ തന്നെ ഈ നവകേരള സദസ്സിലടക്കം സംസ്ഥാനത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം ഉയർത്തിയ വിമർശനങ്ങളുണ്ട്. കേന്ദ്രം സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കുകയാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുകയാണ് എന്നുള്ളതായിരുന്നു വലിയ വിമർശനം ഉയർന്നത്. ഈ വിഷയങ്ങൾക്കകത്തും എത്ര രൂപ സംസ്ഥാനത്തിന് നൽകി അല്ലെങ്കിൽ സംസ്ഥാനത്തിന് ഇനിയും കേന്ദ്രം പണം നൽകാനുണ്ടോ എന്നത് തുടങ്ങി കൃത്യമായ കണക്കുകൾ പോലും അദ്ദേഹം വിശദീകരിച്ചില്ല എന്നുള്ളതാണ്. പകരം സംസ്ഥാനം നൽകുന്ന ഈ പണത്തിന്റെ കണക്ക്, കേന്ദ്ര പദ്ധതി വിഹിതത്തിന്റെ കണക്ക് ചോദിച്ചാൽ കിട്ടാത്ത സാഹചര്യമാണ്. കേന്ദ്രം പണം നൽകുന്നില്ല എന്ന പ്രചരണമാണ് സംസ്ഥാനം നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതും അവിടെ അവസാനിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിനെയും CPM-നെയും ഇടതുപക്ഷത്തെയും കടന്നാക്രമിക്കുന്ന ഒരു സമീപനം ഉണ്ടായി. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ ഈ പ്രസംഗത്തിൽ ഉടനീളം ശ്രമിച്ചു. കാരണം ഇവർ ഒരു മുന്നണിയാണ്, ഈ മുന്നണിയുടെ നിലപാടുകളെല്ലാം ഒരുപോലെയാണ് എന്നുള്ളതാണ് ഇദ്ദേഹം ഈ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അത് ഈ വിശ്വാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന സമീപനം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു തുടങ്ങി ശബരിമലയിലും തൃശ്ശൂർ പൂരത്തിലും പോലും ഈ സർക്കാരിന്റെ നടപടികളെ വിമർശിക്കുന്ന ഒരു സമീപനം ഈ ഒരു വശത്ത് പ്രധാനമന്ത്രി സ്വീകരിച്ചു. പക്ഷെ മറുവശത്ത് ഏറ്റവും വലിയ ആശങ്കപ്പെടുന്ന ക്രൈസ്തവ വിഭാഗത്തിന്റെ നിലപാടുകളെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാനോ പോലും പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഭൂരിഭാഗവും സ്ത്രീകളും വീട്ടമ്മമാരും തന്നെയായിരുന്നു. പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാർ വീട്ടമ്മമാർക്ക് വേണ്ടി നടപ്പാക്കിയ പദ്ധതികളെ കുറിച്ചായിരുന്നു. ആ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു സമീപനമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. 5 ലക്ഷം പേർക്ക് വരെ സൗജന്യ ചികിത്സ നൽകി, അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതികൾ, ഗ്യാസ് കണക്ഷനുകൾ തുടങ്ങി വീട്ടമ്മമാർക്ക് നടപ്പാക്കിയ പദ്ധതികൾ. അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ബി.ജെ.പിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് ഈ വീട്ടമ്മമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ വികസന പദ്ധതികളായിരുന്നു. ആ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുകയും ആ പദ്ധതികളുടെ തുടർച്ച കേരളത്തിൽ ഉണ്ടാകണമെങ്കിൽ ബി.ജെ.പി അധികാരത്തിലെത്തണം എന്നുള്ളതുമാണ് ഇദ്ദേഹം ഈ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയത്. മറുവശത്ത് ഈ ബി.ജെ.പിക്കെതിരെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും എല്ലാം ഉയർന്ന വിവാദ വിഷയങ്ങൾക്കോ വിമർശനങ്ങൾക്കോ ഒന്നും മറുപടി പറയാതെ മറുവശത്ത് ഈ വികസന പ്രവർത്തനങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ വിചാരിച്ചത് ചൂടേറിയ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു പ്രസംഗം അത് പ്രതീക്ഷിച്ചിരുന്നു രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. പലരും അതിന് തയ്യാറായി തന്നെയാണ് നിന്നത്. കാരണം പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും ജില്ലയിലെ MP-മാരടക്കമുള്ളവർ പോലും ഇതുവരെയും ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുക അല്ലെങ്കിൽ ഇതിന്റെ പിന്നാമ്പുറങ്ങളിലെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ ഇവരാരും തയ്യാറായിരുന്നില്ല. പ്രധാനമന്ത്രി വന്നു പോയതിനു ശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാം എന്ന നിലപാടിലായിരുന്നു CPM-ഉം കോൺഗ്രസും അടക്കമുണ്ടായിരുന്നത്. പക്ഷേ ഒരു വിവാദ വിഷയങ്ങളിലും കൈ തൊടാതെ, കൈ പൊള്ളിക്കാതെ, മറുപടി പറയാതെ കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി മടങ്ങുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. വേണു, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.